ഇന്നത്തെ ക്ലാസ്സിൽ 84/2025 ക്വസ്റ്റ്യൻ പേപ്പർ കോഡിൽ കേരള PSC നടത്തിയിട്ടുള്ള വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പരീക്ഷയുടെ ചോദ്യോത്തരങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോകാം. തിരുവിതാംകൂറിൽ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി ആര്? തിരുവിതാംകൂറിൽ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് രാജാ കേശവദാസ്. 1809 ഏകദൈവ വിശ്വാസികൾക്കുള്ള സമ്മാനം എന്ന പ്രസിദ്ധ ഗ്രന്ഥം പാഴ്സി ഭാഷയിൽ രചിച്ച സാമൂഹിക പരിഷ്കർത്താവ്. 1809 ഏകദൈവ വിശ്വാസികൾക്കുള്ള സമ്മാനം എന്ന പ്രസിദ്ധ ഗ്രന്ഥം പാഴ്സി ഭാഷയിൽ രചിച്ചിട്ടുള്ള സാമൂഹിക പരിഷ്കർത്താവാണ് ഓപ്ഷൻ ഡി റാം മോഹൻ റോയ്. ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആര്? ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ആദ്യത്തെ പ്രസിഡന്റാണ് ഓപ്ഷൻ ഡി സന്യാസൻ. കീഴരിയൂർ ബോംബ് കേസ് ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കീഴരിയൂർ ബോംബ് കേസ് ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 1851 അവധ് ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കുവാൻ പോകുന്ന ഒരു ചെറി എന്ന് പറഞ്ഞ ഗവർണർ ജനറലാണ് ഡൽഹൌസി പ്രഭു. ഓപ്ഷൻ ബി ആയിട്ടുള്ള ഡൽഹൌസി പ്രഭു. 1851 അവധ് ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കുവാൻ പോകുന്ന ഒരു ചെറി എന്ന് പറഞ്ഞ ഗവർണർ ജനറലാണ് ഡൽഹൌസി പ്രഭു. നാറ്റോ സൈനിക സഖ്യത്തിൽ അവസാനമായി അംഗത്വം എടുത്ത രാജ്യം? നാറ്റോ സൈനിക സഖ്യത്തിൽ അവസാനമായിട്ട് അംഗത്വം എടുത്തിട്ടുള്ള രാജ്യമാണ് ഓപ്ഷൻ ഡി സ്വീഡനാണ് അവസാനമായിട്ട് അംഗത്വം എടുത്തിട്ടുള്ള രാജ്യം. 2024 മാർച്ച് 7 അംഗത്വം എടുത്തിട്ടുള്ളത്. മൗസിൻറാമിൽ ഏറ്റവും കൂടുതൽ വാർഷിക മഴ ലഭിക്കുവാനുള്ള കാരണം തന്നിട്ടുള്ളവയിൽ ഏതാണ്? മൗസിൻറാമിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുവാനുള്ള കാരണം തന്നിട്ടുള്ളവയിൽ ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് കാസി കുന്നുകളുടെ സാന്നിധ്യം. ഓപ്ഷൻ സി ആണ് കാസി കുന്നുകളുടെ സാന്നിധ്യം. ഇന്ത്യയിലെ തുണി വ്യവസായവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിട്ടുള്ള പരാമർശങ്ങളിൽ ശരി ഏത്? ഇന്ത്യയിലെ തുണി വ്യവസായവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിട്ടുള്ള പരാമർശങ്ങളിൽ ശരി ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇന്ത്യയിലെ ആദ്യത്തെ തുണിമില്ല് ബോംബെ, അഹമ്മദാബാദ് എന്നിവിടങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടു. സ്വദേശി പ്രസ്ഥാനം ഇന്ത്യയിൽ പരുത്തിയുടെ ആവശ്യം വർദ്ധിപ്പിച്ചു. 1921 ശേഷമുണ്ടായ റെയിൽവേ വികസനം തുണി വ്യവസായത്തെ പുരോഗതിയിൽ എത്തിച്ചു. ഇവ മൂന്നുമാണ് ശരിയായിട്ടുള്ള ഉത്തരം. തന്നിരിക്കുന്ന നദികളെ കേരളത്തിൽ കൂടി ഒഴുകുന്ന ദൂരത്തിന്റെ അടിസ്ഥാനത്തിൽ വലുതിൽ നിന്നും ചെറുതിലേക്ക് ക്രമപ്പെടുത്തുക. തന്നിരിക്കുന്ന നദികളെ കേരളത്തിൽ കൂടി ഒഴുകുന്ന ദൂരത്തിന്റെ അടിസ്ഥാനത്തിൽ വലുതിൽ നിന്നും ചെറുതിലേക്ക് ക്രമപ്പെടുത്തുക. ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. കബനി, ഭവാനി, പാമ്പാർ. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പട്ടിക ഏതെല്ലാം? താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായിട്ടുള്ള പട്ടിക ഏതെല്ലാം എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത്. 2, 4. 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ള പട്ടിക. ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത്. താഴെ നൽകിയിട്ടുള്ളവയിൽ ഹരിതഗൃഹ പ്രവാഹത്തിന് കാരണമല്ലാത്ത വാതകം ഏത്? താഴെ നൽകിയിട്ടുള്ളവയിൽ ഹരിതഗൃഹ പ്രവാഹത്തിന് കാരണമല്ലാത്ത വാതകം ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ചെനാബ് റെയിൽവേ പാലത്തെ കുറിച്ച് തന്നിരിക്കുന്ന പരാമർശങ്ങളിൽ ശരി ഏത്? ചെനാബ് റെയിൽവേ പാലത്തെ കുറിച്ച് തന്നിരിക്കുന്ന പരാമർശങ്ങളിൽ ശരി ഏത് എന്നാണ് ചോദ്യം. തന്നിരിക്കുന്ന 4 പ്രസ്താവനകളും ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ്? ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ സി ആണ് എം വിശ്വേശ്വരയ്യ. എം വിശ്വേശ്വരയ്യാണ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. പ്രതിശീർഷ വരുമാനം എന്നത് ദേശീയ വരുമാനം ബൈ ആകെ ജനസംഖ്യ എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ദേശീയ വരുമാനം ബൈ ആകെ ജനസംഖ്യ. ഒരു നിശ്ചിത കാലത്തേക്ക് സാധാരണ നികുതിമേൽ ചുമത്തുന്ന അധിക നികുതിയാണ് ഓപ്ഷൻ ഡി സർചാർജ്. ഒരു നിശ്ചിത കാലത്തേക്ക് സാധാരണ നികുതിമേൽ ചുമത്തുന്ന അധിക നികുതിയാണ് സർചാർജ്. സ്വാതന്ത്ര്യത്തിന്റെ 50ാം വർഷത്തിൽ ആരംഭിച്ചിട്ടുള്ള പഞ്ചവത്സര പദ്ധതിയാണ് 9ാം പഞ്ചവത്സര പദ്ധതി. 50-9. ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. സ്വാതന്ത്ര്യത്തിന്റെ 50ാം വർഷത്തിൽ ആരംഭിച്ചിട്ടുള്ള പഞ്ചവത്സര പദ്ധതിയാണ് 9ാം പഞ്ചവത്സര പദ്ധതി. താഴെ പറയുന്നവയിൽ ശരി ഏത്? താഴെ പറയുന്നവയിൽ ശരി ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത്. എല്ലാം ശരിയാണ് എന്നുള്ളത്. വാഗുൽ കമ്മിറ്റി മണി മാർക്കറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശിവരാമൻ കമ്മിറ്റി നബാർഡിന്റെ രൂപീകരണം. കാർവേ കമ്മിറ്റി ചെറുകിട വ്യവസായം, ഗ്രാമീണ ചെറുകിട വ്യവസായം. കാർവേ കമ്മിറ്റി. യുവർ വെൽഫെയർ ഈസ് അവർ റെസ്പോൺസിബിലിറ്റി എന്നത് ഏത് ഇൻഷുറൻസ് കമ്പനിയുടെ ആപ്തവാക്യമാണ്? യുവർ വെൽഫെയർ ഈസ് അവർ റെസ്പോൺസിബിലിറ്റി എന്നത്
ഏത് ഇൻഷുറൻസ് കമ്പനിയുടെ ആപ്തവാക്യമാണ്? ഓപ്ഷൻ ബി ആണ് LICയുടെ ആപ്തവാക്യമാണ് യുവർ വെൽഫെയർ ഈസ് അവർ റെസ്പോൺസിബിലിറ്റി. ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം 4A പ്രതിപാദിച്ചിരിക്കുന്ന മൗലിക കടമകളിൽ പെടാത്തവ ഏവ എന്നാണ് ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം 4A പ്രതിപാദിച്ചിരിക്കുന്ന മൗലിക കടമകളിൽ പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. പെടാത്തതാണ് ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. 1 പെടുന്നില്ല, 4 പെടുന്നില്ല. ചേരുംപടി ചേർക്കുക. ചേരുംപടി ചേർക്കുക എന്നുള്ളതിന്റെ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ചേരുംപടി ചേർക്കുക ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇന്ത്യൻ പൗരത്വവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏവ? ഇന്ത്യൻ പൗരത്വവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏവ എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. 3 തെറ്റായ പ്രസ്താവന. ഇന്ത്യൻ ഭരണഘടനയുടെ 86 ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏവ എന്നാണ് ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയുടെ 86 ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏവ എന്നാണ് ചോദ്യം. ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ചേരുംപടി ചേർക്കുക. ചേരുംപടി ചേർക്കുക എന്നുള്ളതിന്റെ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ധനകാര്യ കമ്മീഷൻ 280, ഇലക്ഷൻ കമ്മീഷൻ 324, CAG 148, AG 76 എന്നുള്ളതാണ് ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ എ ആണ് ഉത്തരം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവനകൾ ഏവ എന്നാണ് ചോദ്യം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ ഏവ എന്നാണ് ചോദ്യം. അതിന്റെ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ ഡി ആണ്. 3 തെറ്റായിട്ടുള്ള പ്രസ്താവന. പാർലമെന്ററി സമ്പ്രദായത്തിന്റെ സവിശേഷതകളിൽ പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. പാർലമെന്ററി സമ്പ്രദായത്തിന്റെ സവിശേഷതകളിൽ പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ്. 3 ഉത്തരമായിട്ട് വരുന്നത്. 3ാമത്തെ പ്രസ്താവനയാണ് പെടാത്തത്. ഓപ്പറേഷൻ അമൃത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്പറേഷൻ അമൃത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയുവാൻ കുറിപ്പടിയില്ലാതെ മരുന്ന് വിറ്റാൽ നടപടിയെടുക്കുന്നതാണ് ഓപ്പറേഷൻ അമൃത്. കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാൻ ആയിട്ടില്ലാത്ത വ്യക്തി ആര്? കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാൻ ആയിട്ടില്ലാത്ത വ്യക്തിയാണ് ഓപ്ഷൻ സി ഡോക്ടർ സിറിയക് തോമസ്. ഡോക്ടർ സിറിയക് തോമസ് ആണ് പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാൻ ആയിട്ടില്ലാത്ത വ്യക്തി. ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് വോട്ടിംഗ് സമ്പ്രദായത്തിലൂടെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് താഴെ പറയുന്നവയിൽ ആരെ തെരഞ്ഞെടുക്കുവാൻ വേണ്ടിയാണ്? ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് വോട്ടിംഗ് സമ്പ്രദായത്തിലൂടെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് താഴെ പറയുന്നവയിൽ ആരെ തെരഞ്ഞെടുക്കുവാൻ വേണ്ടി എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ്. സംസ്ഥാന ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ അംഗങ്ങളെ MLA-മാരെ തെരഞ്ഞെടുക്കുവാൻ വേണ്ടി. കേരള തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏവ എന്നാണ് ചോദ്യം. കേരള തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ ഏവ എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ലക്ഷ്യത്തിൽ പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ലക്ഷ്യത്തിൽ പെടാത്തത് അത് ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത്. വിദ്യാർത്ഥികൾക്ക് സ്കൂളുകളിൽ 3 നേരം ഭക്ഷണം നൽകുക എന്നുള്ളത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശത്തിന് കാരണമാകുന്ന രോഗം. മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശത്തിന് കാരണമാകുന്ന രോഗമാണ് പാർക്കിൻസൺസ് രോഗം. ക്യാൻസർ മൂലമോ അതിന്റെ ചികിത്സ മൂലമോ ഉണ്ടാകുന്ന വിളർച്ച ചികിത്സിക്കുവാൻ ഉപയോഗിക്കുന്ന പ്രോട്ടീനാണ് എറിത്രോപോയിറ്റിൻ. ഓപ്ഷൻ എ ആയിട്ടുള്ള എറിത്രോപോയിറ്റിൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ക്യാൻസർ മൂലമോ അതിന്റെ ചികിത്സ മൂലമോ ഉണ്ടാകുന്ന വിളർച്ച ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന പ്രോട്ടീനാണ് എറിത്രോപോയിറ്റിൻ. ഇൻസുലിൻ നിയന്ത്രിത പ്രോട്ടീൻ ഏത്? ഇൻസുലിൻ നിയന്ത്രിത പ്രോട്ടീനാണ് GLUT4. ഇൻസുലിൻ നിയന്ത്രിത പ്രോട്ടീൻ എന്നത് GLUT4 ആണ്. GLUT4. ടൈഫോയിഡ് രോഗ നിർണയത്തിനായിട്ട് ഉപയോഗിക്കുന്ന വൈഡാൽ ടെസ്റ്റിന്റെ പ്രധാന തത്വം എന്താണ്? ടൈഫോയിഡ് നിർണയത്തിനായിട്ട് ഉപയോഗിക്കുന്ന വൈഡാൽ ടെസ്റ്റിന്റെ പ്രധാന തത്വം എന്താണ്? ഓപ്ഷൻ ബി ആണ് അഗ്ലൂട്ടിനേഷൻ. അഗ്ലൂട്ടിനേഷൻ ആണ് വൈഡാൽ ടെസ്റ്റിന്റെ പ്രധാന തത്വം. ഓപ്പറേഷൻ അമൃത് പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു?
ഓപ്പറേഷൻ അമൃത് പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയുവാൻ വേണ്ടി. 2012 കേരള സർക്കാർ തിരഞ്ഞെടുത്ത കേരളത്തിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രം ഏതാണ്? 2012 കേരള സർക്കാർ തിരഞ്ഞെടുത്ത കേരളത്തിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ കേന്ദ്രമാണ് കൊല്ലം ആശ്രമത്തെ കണ്ടൽ വനങ്ങൾ. കൊല്ലം ആശ്രമത്തെ കണ്ടൽ വനങ്ങളാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചിട്ടുള്ള ശാസ്ത്രജ്ഞൻ. പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചിട്ടുള്ള ശാസ്ത്രജ്ഞൻ. പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ക്രിസ്റ്റ്യൻ ഹൈജൻസ്. കണിക സിദ്ധാന്തമാണ് ഐസക് ന്യൂട്ടൺ. താഴെ തന്നിട്ടുള്ളവയിൽ ഏറ്റവും ശക്തി കുറഞ്ഞ ബലം ഏത്? താഴെ തന്നിട്ടുള്ളവയിൽ ഏറ്റവും ശക്തി കുറഞ്ഞിട്ടുള്ള ബലമാണ് ഓപ്ഷൻ എ ഗുരുത്വാകർഷണ ബലം. ഗുരുത്വാകർഷണ ബലമാണ് ഏറ്റവും ശക്തി കുറഞ്ഞിട്ടുള്ള ബലം. കിലോ വാട്ട് അവർ എന്നത് ഏത് ഭൗതിക അളവിന്റെ യൂണിറ്റ് ആണ്? കിലോ വാട്ട് അവർ എന്നത് ഏത് ഭൗതിക അളവിന്റെ യൂണിറ്റ് ആണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഊർജം. എനർജിയുടെ യൂണിറ്റ് ആണ് കിലോ വാട്ട് അവർ. ഭൂമിയുടെ ലോ എർത്ത് ഭ്രമണപഥത്തിൽ രണ്ട് ബഹിരാകാശ വാഹനങ്ങൾക്കിടയിൽ ഡോക്കിംഗ് അൺഡോക്കിംഗ് പരീക്ഷിക്കുന്നതിനായി വിക്ഷേപിച്ച ISRO ദൗത്യത്തിന്റെ പേര്. ഭൂമിയുടെ ലോ എർത്ത് ഭ്രമണപഥത്തിൽ രണ്ട് ബഹിരാകാശ വാഹനങ്ങൾക്കിടയിൽ ഡോക്കിംഗ് അൺഡോക്കിംഗ് പരീക്ഷിക്കുന്നതിനായി ഉപയോഗിച്ചിട്ടുള്ള ISRO ദൗത്യത്തിന്റെ പേരാണ് ഓപ്ഷൻ ഡി സ്പാഡെക്സ്. ഓപ്ഷൻ ഡി ആയിട്ടുള്ള സ്പാഡെക്സ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. റൂദർഫോർഡിന്റെ ആൽഫ കിരണ വിസരണ പരീക്ഷണത്തിലെ തെറ്റായ നിരീക്ഷണമാണ് റൂദർഫോർഡിന്റെ ആൽഫ കിരണ വിസരണ പരീക്ഷണത്തിലെ തെറ്റായ നിരീക്ഷണമാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. സ്വർണ്ണത്തകിടിലെ മിക്ക ആൽഫ കണങ്ങളും 180 ഡിഗ്രി വരെ വ്യതിചലിച്ചു. അറ്റോമിക് സംഖ്യ 120 ഉള്ള മൂലകത്തിന്റെ IUPAC നാമമാണ്. അറ്റോമിക് സംഖ്യ 120 ഉള്ള മൂലകത്തിന്റെ IUPAC നാമമാണ് ഓപ്ഷൻ എ ആണ് അൺബൈനിലിയം. അൺബൈനിലിയമാണ് ഉത്തരമായിട്ട് വരുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ അർദ്ധലോഹങ്ങൾ ഉപലോഹം അല്ലാത്തവയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ അർദ്ധലോഹങ്ങൾ ഉപലോഹം അല്ലാത്തവയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത് മഗ്നീഷ്യം. താഴെ തന്നിരിക്കുന്നവയിൽ അർദ്ധലോഹം ഉപലോഹം അല്ലാത്തവയാണ്. ഓപ്ഷൻ ഡി മഗ്നീഷ്യം. ദ്രവ്യത്തിന്റെ ഒൻപതാമത്തെ അവസ്ഥ. ദ്രവ്യത്തിന്റെ ഒൻപതാമത്തെ അവസ്ഥയാണ് ഓപ്ഷൻ ഡി ജാൻ ടെല്ലർ മെറ്റൽ. ജാൻ ടെല്ലർ മെറ്റൽ. ദ്രവ്യത്തിന്റെ ഒൻപതാമത്തെ അവസ്ഥയാണ് ജാൻ ടെല്ലർ മെറ്റൽ. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഓണവുമായി ബന്ധപ്പെട്ട് ശരിയായവ കണ്ടെത്തുക. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഓണവുമായി ബന്ധപ്പെട്ട് ശരിയായവ കണ്ടെത്തുക. ഓണവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായിട്ടുള്ള ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. 2025 നോർവേയുടെ ഉന്നത ബഹുമതിയായിട്ടുള്ള ഹോൾബർഗ് പുരസ്കാരത്തിന് അർഹനായിട്ടുള്ള ഇന്ത്യൻ എഴുത്തുകാരി. 2025 നോർവേയുടെ ഉന്നത ബഹുമതിയായിട്ടുള്ള ഹോൾബർഗ് പുരസ്കാരത്തിന് അർഹനായിട്ടുള്ള ഇന്ത്യൻ എഴുത്തുകാരിയാണ് ഗായത്രി സ്പിവാക്. ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത് ഗായത്രി സ്പിവാക്. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഉദ്ദണ്ഡ ശാസ്ത്രികളുമായി ബന്ധപ്പെട്ട് ശരിയായവ കണ്ടെത്തുക. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഉദ്ദണ്ഡ ശാസ്ത്രിയുമായി ബന്ധപ്പെട്ട് ശരിയായവ കണ്ടെത്തുക എന്നാണ് ചോദ്യം. ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനായിരുന്ന MS ധോണിയുമായി ബന്ധപ്പെട്ട് ശരിയായവ കണ്ടെത്തുക. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനായിരുന്ന MS ധോണിയുമായി ബന്ധപ്പെട്ടവ ശരിയായിട്ടുള്ളത് കണ്ടെത്തുക എന്നാണ് ചോദ്യം. അതിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള കലാമണ്ഡലവുമായി ബന്ധപ്പെട്ട് ശരിയായവ കണ്ടെത്തുക. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള കലാമണ്ഡലവുമായി ബന്ധപ്പെട്ട് ശരിയായവ കണ്ടെത്തുക എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. എന്നുള്ള GK ഭാഗങ്ങളിലെ 50 ചോദ്യങ്ങൾ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി 10 മാത്സ് ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ ശരി ഉത്തരം മാത്രമാണ് മാർക്ക് ചെയ്തു പോകുന്നത്. 51ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്ന 25 ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. 52ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. 53ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് 78. 54ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് 13 ആണ് ഉത്തരമായിട്ട് വരുന്നത്. 55ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് 6 ആണ് ഉത്തരമായിട്ട് വരുന്നത്. 56ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് ഉത്തരം 8 ആണ്. 57ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് 90 ആണ് ഉത്തരമായിട്ട് വരുന്നത്.
58ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത്. 59ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് 59ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഓപ്ഷൻ ഡി. 50 ആണ് ഉത്തരമായിട്ട് വരുന്നത്. 60ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, മകൻ. മകനാണ് ഉത്തരമായിട്ട് വരുന്നത്. താഴെ പറയുന്നവയിൽ അഗ്നിശമനി പ്രവർത്തിപ്പിക്കുന്ന ശരിയായിട്ടുള്ള രീതി ഏതാണ്? താഴെ പറയുന്നവയിൽ അഗ്നിശമനി പ്രവർത്തിപ്പിക്കുന്ന ശരിയായിട്ടുള്ള രീതി. ഉത്തരം എ ആണ് വരുന്നത്, പാസ്. പാസ് ആണ് ശരിയായിട്ടുള്ള രീതി. ഗാർഹിക ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുന്ന LPG ഇന്ധനത്തിൽ ഗന്ധം ലഭിക്കുന്നതിനായിട്ട് ചേർക്കുന്ന കെമിക്കൽ ഏതാണ്? ഗാർഹിക ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുന്ന LPG ഇന്ധനത്തിൽ ഗന്ധം ലഭിക്കുന്നതിനായിട്ട് ചേർക്കുന്ന കെമിക്കലാണ് ഈഥൈൽ മെർക്യാപ്റ്റൻ. ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഡ്രൈ ഐസ് എന്ന് അറിയപ്പെടുന്നത് എന്താണ്? ഡ്രൈ ഐസ് എന്നറിയപ്പെടുന്നത് സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത്, സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ലോഹങ്ങളിൽ ഉണ്ടാകുന്ന അഗ്നിബാധ ഏത് തരം അഗ്നിബാധയിൽ ഉൾപ്പെടുന്നു? ലോഹങ്ങളിൽ ഉണ്ടാകുന്ന അഗ്നിബാധ ഏത് തരം അഗ്നിബാധയിൽ ഉൾപ്പെടുന്നു എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി, ക്ലാസ് ഡി ഫയറിലാണ് ഉൾപ്പെടുന്നത്. ക്ലാസ് ഡി ഫയറിലാണ് ഉൾപ്പെടുന്നത്. താഴെ പറയുന്നവയിൽ വായു സമ്പർക്കം ഒഴിവാക്കിക്കൊണ്ട് അഗ്നിശമനം നടത്തുന്ന മാർഗമേത്? താഴെ പറയുന്നവയിൽ വായു സമ്പർക്കം ഒഴിവാക്കിക്കൊണ്ട് അഗ്നിശമനം നടത്തുന്ന മാർഗമേത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്, ബ്ലാങ്കറ്റിംഗ് ആൻഡ് സ്മോദറിംഗ്. ഓപ്ഷൻ സി ആണ് ബ്ലാങ്കറ്റിംഗ് ആൻഡ് സ്മോദറിംഗ്. താഴെ പറയുന്നവയിൽ ഏറ്റവും ഉയർന്ന ജ്വലന പരിധിയുള്ളത് എന്തിനാണ്? താഴെ പറയുന്നവയിൽ ഏറ്റവും ഉയർന്ന ജ്വലന പരിധിയുള്ളത് എന്തിനാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് അസറ്റലിൻ. അസറ്റലിൻ ആണ് ഏറ്റവും കൂടുതൽ ഉയർന്ന ജ്വലന പരിധിയുള്ളത്. ഊഷ്മാവ് സ്ഥിരമായിരിക്കുമ്പോൾ ഒരു വാതകത്തിന്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കും എന്ന് പ്രതിപാദിക്കുന്ന നിയമം. ഊഷ്മാവ് സ്ഥിരമായിരിക്കുമ്പോൾ ഒരു വാതകത്തിന്റെ വ്യാപ്തവും മർദ്ദവും വിപരീത ആനുപാതത്തിലായിരിക്കും എന്ന് പ്രതിപാദിക്കുന്ന നിയമമാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്, ബോയിൽ നിയമം. ഊഷ്മാവ് സ്ഥിരമായിരിക്കുമ്പോൾ ഒരു വാതകത്തിന്റെ വ്യാപ്തവും മർദ്ദവും വിപരീത ആനുപാതത്തിലായിരിക്കും എന്ന് പ്രതിപാദിക്കുന്ന നിയമമാണ് ബോയിൽ നിയമം. ഖരപദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതക രൂപത്തിലാവുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരെന്ത്? ഖരപദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ദ്രാവക രൂപമാകാതെ നേരിട്ട് വാതക രൂപത്തിലാവുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് ഉത്പതനം. ഉത്പതനം. ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്, സബ്ലിമേഷൻ. ഉത്പതനം. ആധുനിക പ്രഥമ ശുശ്രൂഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി ആണ്, ഫെഡറിക് എസ് മാർക്ക് ആണ്. ഫെഡറിക് എസ് മാർക്ക് ആണ് ആധുനിക പ്രഥമ ശുശ്രൂഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. കുട്ടികളിൽ അസ്ഥി വളവ് ഒരു ഭാഗം മാത്രം ഒടിയുന്ന തരം അസ്ഥിഭംഗത്തെ വിളിക്കുന്ന പേരെന്ത്? കുട്ടികളിൽ അസ്ഥി വളവ് ഒരു ഭാഗം മാത്രം ഒടിയുന്ന തരം അസ്ഥിഭംഗത്തെ വിളിക്കുന്ന പേരാണ്. ഓപ്ഷൻ ബി ആണ്, ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ. ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ എന്നാണ് അറിയപ്പെടുന്നത്. CPR എന്നതിന്റെ പൂർണ്ണരൂപം എന്താണ്? CPR എന്നതിന്റെ പൂർണ്ണരൂപം എന്താണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്, കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ എന്നാണ് ഉത്തരമായിട്ട് വരുന്നത്. അമിത രക്തസ്രാവം മൂലം ജീവൻ അപകടത്തിലാകുമ്പോൾ ഉപയോഗിക്കുന്ന പ്രഥമ ശുശ്രൂഷ ഏത്? അമിത രക്തസ്രാവം മൂലം ജീവൻ അപകടത്തിലാകുമ്പോൾ ഉപയോഗിക്കുന്ന പ്രഥമ ശുശ്രൂഷ ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ്, ടൂർണിക്കൈ. ടൂർണിക്കൈ ആണ് ഉത്തരമായിട്ട് വരുന്നത്. നിരവധി ആളുകൾക്ക് പരിക്കേറ്റ് വൈദ്യസഹായം നൽകേണ്ട സാഹചര്യത്തിൽ പരിക്കേറ്റ ആളുകളെ തരംതിരിക്കുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരെന്ത്? നിരവധി ആളുകൾക്ക് പരിക്കേറ്റ് വൈദ്യസഹായം നൽകേണ്ട സാഹചര്യത്തിൽ പരിക്കേറ്റ ആളുകളെ തരംതിരിക്കുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരെന്ത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ്, ഡ്രയേജ്. ഡ്രയേജ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. മനുഷ്യന്റെ നിശ്വാസവായുവിൽ ഓക്സിജന്റെ അളവ് എത്രയാണ്? മനുഷ്യന്റെ നിശ്വാസവായുവിലെ ഓക്സിജന്റെ അളവ് 21%. AED ഏത് അവസ്ഥയിൽ ഉപയോഗിക്കുന്നു? AED ഏത് അവസ്ഥയിലാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ്, ഹൃദയാഘാതം മൂലം ആണ് AED ഉപയോഗിക്കുന്നത്. പ്രഥമ ശുശ്രൂഷയിൽ ABC എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? പ്രഥമ ശുശ്രൂഷയിൽ ABC എന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത്, എയർ ബ്രീത്തിങ് സർക്കുലേഷൻ. സ്പ്ലിന്റ് താഴെ പറയുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്പ്ലിന്റ് താഴെ പറയുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ആണ്, അസ്ഥിഭംഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് സ്പ്ലിന്റ്. ഇന്ത്യയിൽ വിവര സാങ്കേതിക നിയമം നിലവിൽ വന്നിട്ടുള്ള വർഷം? ഇന്ത്യയിൽ വിവര സാങ്കേതിക നിയമം നിലവിൽ വന്നിട്ടുള്ള വർഷമാണ്. ഓപ്ഷൻ എ ആണ്, 2000 ആണ് വിവര സാങ്കേതിക നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നിട്ടുള്ള വർഷം.
സാമ്പത്തിക കുറ്റത്തിനോ മറ്റ് ദുരുദ്ദേശങ്ങൾക്കോ ക്രിമിനൽ ഉദ്ദേശത്തോടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് കടന്നു കയറുന്ന സൈബർ ക്രിമിനലുകളെ വിളിക്കുന്ന പേരെന്ത്? സാമ്പത്തിക കുറ്റത്തിനോ മറ്റു ദുരുദ്ദേശങ്ങൾക്കോ ക്രിമിനൽ ഉദ്ദേശത്തോടെ കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളിലേക്ക് കടന്നു കയറുന്ന സൈബർ ക്രിമിനലുകളെ വിളിക്കുന്ന പേരെന്ത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ്. ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. സാമ്പത്തിക കുറ്റത്തിനോ മറ്റു ദുരുദ്ദേശങ്ങൾക്കോ ക്രിമിനൽ ഉദ്ദേശത്തോടെ കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളിലേക്ക് കടന്നു കയറുന്ന സൈബർ ക്രിമിനലുകളെ വിളിക്കുന്ന പേരാണ് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ്. മലയാളത്തിലെ 10 ചോദ്യങ്ങളാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, ശരിയായ പദം ഏത്? ശരിയായ പദം ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള പദം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കുതിര എന്ന അർത്ഥം വരാത്ത പദം ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ കുതിര എന്ന അർത്ഥം വരാത്ത പദമാണ് ഓപ്ഷൻ സി അശ്മക്. അശ്മകം എന്നുള്ളതാണ് കുതിര എന്ന അർത്ഥം വരാത്ത പദം. ചുവപ്പ് എന്നതിന് സമാനമായിട്ടുള്ള പദം. ചുവപ്പ് എന്നതിന് സമാനമായിട്ടുള്ള പദമാണ് ലോഹിതം. ലോഹിതം എന്നാണ് ചുവപ്പ് എന്നതിന് സമാനമായ പദം. താമസം എന്നതിന്റെ നാനാർത്ഥങ്ങളാണ്. താമസം എന്നതിന്റെ നാനാർത്ഥങ്ങളാണ് ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. എതിർലിംഗം എഴുതുക. എതിർലിംഗം എഴുതുക. വിധവ. എതിർലിംഗം എഴുതുക. വിധവ, വിതുരൻ. വിധവയുടെ എതിർലിംഗമാണ് വിതുരൻ. ആജ്ഞമാർക്ക് അനുഷ്ഠാന കർമ്മങ്ങൾ ഉണ്ടോ? സമാന അർത്ഥം വരുന്ന പഴഞ്ചൊല്ല് ഏത്? ആജ്ഞമാർക്ക് അനുഷ്ഠാന കർമ്മങ്ങൾ ഉണ്ടോ? സമാനമായിട്ടുള്ള അർത്ഥം വരുന്ന പഴഞ്ചൊല്ല് ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് കാട്ടുകോഴിക്കുണ്ടോ മകരസംക്രാന്തി. കാപ്പ് കെട്ടുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? കാപ്പ് കെട്ടുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത് എന്നാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഒരുങ്ങുക. കാപ്പ് കെട്ടുക എന്ന് പറഞ്ഞാൽ ഒരുങ്ങുക. പിരിച്ചെഴുതുക. വെണ്മ. പിരിച്ചെഴുതുക. വെണ്മ. വെണ്മ എന്ന് പിരിച്ചെഴുതിയാല് വിൾ പ്ലസ് മ. ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത്. വിൾ പ്ലസ് മ. ഒറ്റപ്പദം എഴുതുക. എളുപ്പത്തിൽ ചെയ്യാവുന്നത്. ഒറ്റപ്പദം എഴുതുക. എളുപ്പത്തിൽ ചെയ്യാവുന്നത് എന്നതിന്റെ ഒറ്റപ്പദമാണ് സുകരം. ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. സുകരം. സുകരം. അർത്ഥപൂർണവും യുക്തിസഹവുമായ വാക്യം നിർമ്മിക്കുക. അർത്ഥപൂർണവും യുക്തിസഹവുമായ വാക്യം നിർമ്മിക്കുക എന്നാണ് ചോദ്യം. ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനിയുള്ള 10 ഇംഗ്ലീഷ് ചോദ്യങ്ങളിൽ നമ്മൾ ഉത്തരം മാത്രം മാർക്ക് ചെയ്ത് പോവാണ്. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം കോൾഡ് അറ്റ് എന്നാണ് ഉത്തരമായിട്ട് വരുന്നത്. കോൾഡ് അറ്റ്. രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഡോണ്ട് സ്മോക്ക്. ഡോണ്ട് സ്മോക്ക് ആണ് ഉത്തരമായിട്ട് വരുന്നത്. മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് വിറ്റ്നസ് സ്റ്റേറ്റ്മെന്റ് ടേക്ക് ഔട്ട്സൈഡ് ദ കോർട്ട്. വിറ്റ്നസ് സ്റ്റേറ്റ്മെന്റ് ടേക്കൺ ഔട്ട്സൈഡ് ദ കോർട്ട് എന്നാണ് ഉത്തരമായിട്ട് വരുന്നത്. നാലാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് വോണ്ട് ഐ. വോണ്ട് ഐ ആണ് ഉത്തരമായിട്ട് വരുന്നത്. അഞ്ചാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഫ്രം ഡ്യൂറിങ്. ഫ്രം ഡ്യൂറിങ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ആറാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് ഫെലിസൈഡ്. ഫെലിസൈഡ്. ഏഴാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് ഗൂസെ. ഓപ്ഷൻ ബി ആണ് ഗൂസെയാണ് ഉത്തരമായിട്ട് വരുന്നത്. എട്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത്. എട്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി. ഒൻപതാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. 100ാമത്തെ ചോദ്യം, അതായത് ഇംഗ്ലീഷിലെ 10ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓരോ ചോദ്യത്തിന്റെ വിശദീകരണങ്ങളുമായി മറ്റൊരു ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം.